MD വാസുദേവൻ നായരുടെ മനോരഥങ്ങൾ എന്ന വെബ് സീരീസ് ഇപ്പോൾ OTTയിൽ ലഭ്യമാണ്. ഈ ഒരു വെബ് സീരീസിലെ 9 എപ്പിസോഡുകളിൽ ഒന്നാമത്തെ എപ്പിസോഡ് ഓളവും തീരവും എന്ന മോഹൻലാൽ അഭിനയിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത എപ്പിസോഡാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. സംവിധായകൻ പ്രിയദർശൻ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓളവും തീരവും എന്ന തിരക്കഥ വായിച്ചപ്പോഴാണ് ഒരു സംവിധായകനാകണമെന്ന് തനിക്ക് ആഗ്രഹം തോന്നിയെന്ന്. ഒരുപക്ഷെ അതുതന്നെയാവാം MD വാസുദേവൻ നായരുടെ 9 കഥകൾ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഓളവും തീരവും ചെയ്യാൻ പ്രിയദർശൻ തന്നെ മുന്നോട്ട് വന്നത്. ഇന്ന് സ്ട്രീമിംഗ് തുടങ്ങിയ മനോരഥങ്ങൾ എന്ന വെബ് സീരീസിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓളവും തീരവും. 70കളിൽ ഇറങ്ങിയ ഒരു ഓളവും തീരവും നമുക്ക് മുന്നിലുണ്ട്. PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മധുവും ഉഷ നന്ദിനിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആദ്യമായി ഔട്ട്ഡോർ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ചിത്രമായ ഓളവും തീരത്തിന് ആ വർഷം 4 സംസ്ഥാന അവാർഡും നേടാൻ കഴിഞ്ഞിരുന്നു. മലയാള സിനിമ ചരിത്രത്തിൽ ഇത്രയേറെ സ്ഥാനമുള്ള ഒരു ചലച്ചിത്രത്തെ പുനർനിർമ്മിക്കുമ്പോൾ അത് എത്രത്തോളം മികവ് പുലർത്തണമെന്നത് പ്രധാന കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഏറ്റവും പോപ്പുലറായ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. മലബാർ സ്ലാങ് മോഹൻലാലിന് വഴങ്ങില്ല എന്ന പരാതി പൊതുവെ പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്നതാണ്. ഈ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മുൻ ചിത്രങ്ങളായ കിളിച്ചുണ്ടൻ മാമ്പഴം, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്നിവയിൽ മോഹൻലാൽ സ്ലാങ്ങിന്റെ പേരിൽ വിമർശനം നേരിട്ടിരുന്നു. എന്നാൽ ഓളവും തീരവും എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ മോഹൻലാൽ സ്ലാങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹരീഷ് പേരടി, മമ്മു കോയ, സുരഭി ലക്ഷ്മി, വിനോദ് കോവൂർ, അപ്പുണ്ണി ശശി, ജയരാജൻ കോഴിക്കോട് തുടങ്ങിയ മലബാറിലെ അഭിനേതാക്കളോടൊപ്പം സ്ലാങ്ങിൽ പിടിച്ചു നിൽക്കുകയെന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ബാബൂട്ടി എന്ന കഥാപാത്രത്തെ ഭംഗിയായി മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നബീസുവായി ദുർഗാകൃഷ്ണയും നബീസുവിന്റെ ഉമ്മയായി എത്തിയ സുരഭി ലക്ഷ്മിയും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. വില്ലൻ കഥാപാത്രമായ കുഞ്ഞാലിയെ ഹരീഷ് പേരടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 2 മണിക്കൂറോളം ഉള്ളൊരു ചിത്രത്തെ 1 മണിക്കൂറിലേക്ക് ഒതുക്കി പുനർനിർമ്മിക്കുമ്പോഴും ചിത്രത്തിന്റെ പ്രധാന കാമ്പ് നഷ്ടമാവാതിരിക്കാൻ സിനിമ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ബാബൂട്ടിയും നബീസുവും പ്രണയത്തിലാവുന്നതെല്ലാം വളരെ പെട്ടെന്നായ പോലെ തോന്നി. മമ്മൂക്കോയ്ക്ക് നൽകിയ ഡബ്ബിങ് ചില ഭാഗങ്ങളിൽ അത്ര വർക്കാകാത്ത പോലെയും അനുഭവപ്പെട്ടു. ഓളവും തീരവും എന്ന ചിത്രത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് പ്രിയദർശൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ കുപ്പിവളയുടെ ചുവപ്പ് മാത്രം ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ക്ലൈമാക്സിൽ വ്യക്തമാക്കുന്നുമുണ്ട്. മേക്കിങ്ങിലും മ്യൂസിക്കിലുമെല്ലാം മികവ് പുലർത്തുന്നുണ്ട് ചിത്രം. ചുരുങ്ങിയ സമയമാണ് ഉള്ളതെങ്കിലും സംഘട്ടന രംഗവും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിന്റെ ചില സീനുകളുമെല്ലാം ഓളവും തീരത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നദിയെ ഒരു പ്രധാന ടൂളായിട്ടും പ്രിയദർശൻ ഉപയോഗിക്കുന്നുണ്ട്. 1950കളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണെങ്കിലും ഇന്നും പ്രസക്തമായ കഥയാണ് ഓളവും തീരവും പറയുന്നത്. തീർച്ചയായും MDയുടെ കഥയ്ക്ക് ക്വാളിറ്റിയുള്ള ചലച്ചിത്രാവിഷ്കാരം തന്നെയാണ് ഓളവും തീരവും സമ്മാനിക്കുന്നത്. മനോരഥങ്ങളിലെ ഓളവും തീരവും എന്ന ഈ ഒരു എപ്പിസോഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തിരിക്കുന്നതെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ മോഹൻലാലിൻ്റെ ആ ഒരു ലുക്കുണ്ട്. ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് മോഹൻലാലിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ നമുക്ക് വളരെ യങ്ങായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ചിത്രം മൊത്തത്തിൽ മികച്ച അഭിനേതാക്കളെ കൊണ്ടും മികച്ച പെർഫോമൻസുകളും കൊണ്ടും മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ തന്നെ ഇതിൽ ഓരോ ഷോട്ടുകളും വളരെ മികച്ചത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓളവും തീരവും എന്ന എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി